താനൂർ എന്ത് ജിഫ്രിയാണ്? താമർ ജിഫ്രി. എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒന്നേ വിട്ടുപോട്ടെ, പ്ലീസ് മറന്നുപോകും, അല്ലെങ്കിൽ നാളെ അത് പറയും. അതായത് ഈ പോലീസ് സ്വർണം അന്വേഷിക്കുമ്പോൾ കേസെടുത്താൽ ഈ സ്വർണം ആരിൽ നിന്നാണ് വാങ്ങി വന്നത് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആണ് ഇത് പിടിക്കുന്നതെങ്കിൽ ഇന്റർനാഷണൽ ലോ ഉണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ കസ്റ്റംസിന് പോകാം, ദുബായിൽ ഇവരന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യാം. അതുവരെ നടത്തുന്നില്ല, പോലീസിന് നടത്താൻ കഴിയില്ല. എന്നാൽ പോലീസിന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കളവ് മുതലായി ഇവർ സ്വർണം കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള ഒരാളുണ്ടല്ലോ. ഈ വരുന്ന സാധുക്കൾ ടിക്കറ്റിന്റെ പൈസന്റെ ലാഭത്തിനാ ഈ കാരിയർമാർ വരുന്നത്. 5000 10,000 ചായ പൈസയാണ് കിട്ടുന്നത്. എന്നാൽ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ച ഈ പ്രതിയിൽ നിന്ന് ഇത് കൊടുക്കേണ്ടവന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും അവൻ്റെ അടുത്തുണ്ടാവുമല്ലോ. ഒരാൾ അറസ്റ്റ് ചെയ്തോ? ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? കൃത്യമായ അന്വേഷണം, സാക്ഷിമൊഴികൾ, റെക്കോർഡുകൾ. എന്തിനാണ് ഈ സാധു പോയി പെടാൻ നിൽക്കുന്നത്? ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ഈ വാറോല 1500 ഗ്രാം പാൻറ്റും ട്രൗസറും കത്തിച്ച് അത് ഉരുക്കി വരുമ്പോൾ 950 ഗ്രാം ആവും വരെ. മുഖം തിരിച്ചിരുത്തി പ്രതികളെ മഹത്വവൽക്കരിക്കുകയാണോ? ആ മീഡിയ 1 24 ഒക്കെ കൊടുത്തതിൽ പോലെ മുഖം ഇങ്ങനെ ഷെയ്ഡ് ഇരുത്തിയിട്ടാണ്. അപ്പം ഞാൻ ഈ പുറത്ത് വിട്ട ഈ 2 കുട്ടികളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നേർക്ക് നേരെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുണ്ട് അൻവറാക്കാന്ന് പറഞ്ഞു. അപ്പം തിരിച്ചിരിക്കേണ്ട, നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പോൾ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. എൻ്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും, മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാനേതായാലും അതിനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തു തരണം കേട്ടോ, ജയിലിൽ നിൽക്കുന്ന അവിടെ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. അത് മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കുക. എൻ്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും, മാമി കേസും, റിദാൻ കേസും, താനൂർ കേസും, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാനിപ്പോൾ ഒതുങ്ങി നിൽക്കുക. താനൂർ ജിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുക. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI വേറെ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പം ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിൻ്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. എന്താണ് NEXUS, നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണോലും കരുതിക്കോളി. ബോലോ തക്ബീർ, അല്ലാഹു അക്ബർ. നല്ലോണം കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി.
അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതും കൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെയാ? എങ്ങനെ? ഇങ്ങനെ. മനസ്സിലായോ? മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ, എല്ലാവരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്നതിൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിൻ്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്, ഞാനിത് കാണിക്കാൻ TV ഇതൊക്കെ കൊടുത്തു വെച്ചിന്, ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്ന കുറച്ച് വീഡിയോസ് വിടാൻ നിവർത്തില്ല, ഇനിയുണ്ടല്ലോ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അന്ന് എടുത്ത് കേൾക്കണങ്ങൾ, ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് നിങ്ങൾ സ്വയം അതിനുള്ളിൽ നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ. എവിടത്തേക്കാ പോകുന്നത്? സുജിത് ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ എന്താ അറിയോ, തേനൊലിക്കുക. ആരെ? മോഹൻദാസിന്റെ. ഇന്നലെ എന്താ പറഞ്ഞ്, ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്, മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം, ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ? മുഖ്യമന്ത്രിക്കും അതിലാ വിഷമം, ഈ ചങ്ങാതിക്കും അതിലാ വിഷമം മോഹൻദാസിന്. എന്തേ? അങ്കിൾ മോഹൻദാസിന്റെ അങ്കിൾ എൻ്റെ അടുത്തുണ്ട്. ഓൻ്റെ ഫോൺ, അന്നത്തെ ഫോൺ റെക്കോർഡിൽ ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറാണ്ടാച്ച് വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുജിത് ദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തേനിങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച്. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല ഇപ്പം. അപ്പോൾ കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000, 45,000. ഓഹോ. അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. ആഹാ, അത് ശരി. ഇതാണില്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത്, കൊണ്ടുപോകാൻ നിൽക്കാണ്. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ DC ഓഫീസിൽ പോയവരാണല്ലോ, LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു കാര്യം നടന്നുണ്ടോ പോലീസിൽ? നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ മിഞ്ഞാന്ന് വരെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിന് എന്ത് പരിഹാരം അന്വറാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ കുടിച്ച്. അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1000 റുപ്യക്ക് ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈന്. മോട്ടോർ സൈക്കിളിൽ 3 ആൾ പോയാൽ 3 ആളെ പേരിൽ FIR. ഒരു 4 കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അത് മാന്തിയിട്ട് കൊണ്ടുപോയാൽ അവന് 30,000 ഫൈന്. അല്ല, ഒരുപാടുണ്ടെന്ന്. നിങ്ങളൊക്കെ വന്നൊന്ന് പറയതേ, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കണെന്താ ഇപ്പോഴാ പറയുന്ന ക്യാമറ ഉണ്ട്. ആണുങ്ങളെ മാതിരി നിന്ന് പറയണം, പ്രതിരോധിക്കണം, ജനങ്ങൾ ഒന്നാകണം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക. നിങ്ങളൊക്കെ മനുഷ്യരെ മനുഷ്യരായി കാണണം. ഈ മനുഷ്യരൊന്നിത്തെങ്കിൽ ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോന്ന്? അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ.